പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് ആക്കാനുള്ള നോട്ടിഫിക്കേഷൻ പിൻവലിക്കുവാനുള്ള സർക്കാർ തീരുമാനത്തെയും ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറുടെ നിർദ്ദേശത്തെയും മറികടന്ന് നോട്ടിഫിക്കേഷൻ നടപടികളുമായി മുന്നോട്ടു പോകുവാനുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾ നിർത്തിവെപ്പിക്കണമെന്നും നോട്ടിഫിക്കേഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതി നൽകിയ നിവേദനങ്ങളുടെ തുടർപ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂരും എക്സിക്യൂട്ടീവ് അംഗം ജോഷി കൊമ്പനും ചേർന്നാണ് തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ മന്ത്രിമാരെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചത്. സർക്കാർ തീരുമാനം അട്ടിമറിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യവും അനുവദിക്കില്ലെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി. പ്രദേശത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഈ അന്യായമായ നോട്ടിഫിക്കേഷൻ നടപ്പിലാക്കുകയില്ലെന്ന് ഉറപ്പിക്കുവാൻ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ ചില ഉദ്യോഗസ്ഥർ നടത്തുന്ന ശ്രമം പ്രതിഷേധാർഹമാണ്. പെരിങ്ങാട് പുഴ ശുദ്ധജല സംഭരണിയാക്കി പ്രദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നഭ്യർത്ഥിച്ച് പലപ്പോഴായി തീരദേശ സംരക്ഷണ സമിതി നൽകിയിട്ടുള്ള നിവേദനങ്ങളുടെ തുടർപ്രവർത്തനമായി ജലവിഭവ വകുപ്പ് മന്ത്രിയെയും പ്രവർത്തകർ കാര്യങ്ങൾ ബോധിപ്പിച്ചു. സംസ്ഥാന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്താനായി മുൻകൈയെടുത്ത മുരളി പെരുന്നെല്ലി MLA ക്ക് തീരദേശ സംരക്ഷണ സമിതിയുടെ നന്ദി അറിയിച്ചു.